നമസ്കാരം. ജീവിതത്തിൽ സാമ്പത്തികമായി തോറ്റുപോയി എന്ന് കരുതുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഒരുപാട് പേര് പേഴ്സണലിയൊക്കെ നമ്മളോട് സംസാരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കൊന്നും എത്താൻ പറ്റിയില്ല, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാരിൽ 90% വളരെ ചെറിയ സാലറിയുള്ള ഒരു 10,000 രൂപയ്ക്കുള്ളിലൊക്കെ സാലറിയുള്ള ഷോപ്പുകളിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 15,000 രൂപയെ താഴെയുള്ള സാധാരണ നമ്മുടെ നാട്ടിലെ സാധാരണ പണിക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് വിഷമത്തോടു കൂടി സംസാരിക്കാറുള്ളത്. നമുക്കിന്ന് അവർക്ക് എങ്ങനെ സാമ്പത്തികമായിട്ട് ആരേക്കാളും റിച്ചാവാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിന്നൊരു ഉദാഹരണം നോക്കാം. നമുക്ക് എ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. എ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഈ പറയുന്ന ഒരു ബിലോ ഒരു 15,000 രൂപയുടെ ഉള്ളിലൊക്കെ മാസ വരുമാനം കിട്ടുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. ബി എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഇന്ന് സമൂഹത്തിൽ അത്യാവശ്യം നന്നായി ജീവിക്കുന്നു എന്ന് പറയുന്ന, വേണമെങ്കിൽ നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനമുള്ള പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരു 50,000 രൂപയുടെ മുകളിൽ 50,000 രൂപയുടെ മുകളിലുള്ള ഒരു കാറ്റഗറിയാണ് എന്ന് നമ്മളിതിനെ കാണുക. ഇവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയേക്കാൾ ഒരുപാട് മുകളിൽ തന്നെ അവരെ കൊണ്ട് പറ്റും. പക്ഷെ പൊതുവെ ഈ പറയുന്ന ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എത്താം എന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ആദ്യം ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെ പറ്റി പറയാം. ഇവർക്ക് ഒരു 50,000 രൂപ ഇപ്പോൾ ശമ്പളമുണ്ട് എന്ന് കരുതുക. സ്വാഭാവികമായിട്ടും അവർ ചെറിയൊരു പൈസ PF ഇടുന്നുണ്ടാവും. അങ്ങനെയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഓൾറെഡി ചെയ്യുന്നുണ്ടാവും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ ശമ്പളം പ്ലസ് പെൻഷൻ എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഭാവിയിലേക്ക് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനോ മെനക്കെടാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടാവുക. കാരണം ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലും അവർക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, ആ ഒരു കോൺഫിഡൻസ്, ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഓവർ കോൺഫിഡൻസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പറയുന്നത് പോലെ ഇവർക്കും ആ ഒരു ഓവർ കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവും. പലപ്പോഴും അവർ എന്താ പറയുക, നമ്മുടെ മക്കളോടൊക്കെ പറയും എനിക്ക് ജീവിക്കാനുള്ളത് മുഴുവൻ, എൻ്റെ ജീവിതകാലം മുഴുവൻ കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഈ ഒരു കാര്യത്തിൽ പേടിയുമാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു 25-ാമത്തെ വയസ്സിൽ നന്നായി പഠിച്ച് ഈ വ്യക്തി ഈ പറയുന്ന ജോലി കിട്ടി. ഇപ്പോൾ പഠിച്ചെന്ന് പറയുമ്പോൾ അപ്പോൾ പഠിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നും അല്ല പറയണത്, ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയണത്. ഒരു 25 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു 50,000 രൂപ മാസ ശമ്പളം കിട്ടുന്ന ഒരു ജോലി എത്താൻ ഇന്ന് നമ്മുടെ നാട്ടിൽ സാധ്യതയുണ്ട്. ഒരു 30 വർഷം കഴിയുന്നു, ഈ വ്യക്തി ഒരു 55 വയസ്സാവുന്നു, റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സമയമാവാറായി. പൊതുവെ ഇവർ PF പൈസ ഇടുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണെങ്കിലും അവർ പൊതുവെ ബാക്കി വെക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം പെൻഷൻ പറ്റുമ്പോൾ കിട്ടുന്നൊരു വലിയൊരു പൈസ, ചിലപ്പോൾ ഒരു 10-20 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അവർ PF പല കാര്യങ്ങൾക്ക് വേണ്ടി, വീട് വാങ്ങാനും കാർ വാങ്ങാനും ഒക്കെ ആയിട്ട്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വലിയൊരു പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പേയ്മെൻറ്റും ഒക്കെ ആയിട്ട് അവർ ആ PF നിന്ന് ആ പണം വിഡ്രോ ചെയ്ത് തീർന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇവർക്ക് 55 വയസ്സാകുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപയാണ് അവരുടെ ശമ്പളം എന്നും കൂടി കരുതുക. ഇനി ഇവരുടെ ഏറ്റവും വലിയ ധൈര്യം എന്താ വെച്ചാൽ ഏകദേശം ഇതിൻ്റെ പകുതിയോളം നമുക്ക് പെൻഷൻ കിട്ടുമല്ലോ. നമുക്കൊരു 70,000 രൂപ ഈ വ്യക്തികൾക്ക് മാസാമാസം പെൻഷൻ കിട്ടുന്നു എന്നും ഇരിക്കട്ടെ. 30 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ പറയണത്. ഇതിൽ കുറേ ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങളും കുറേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര കാശ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ നോക്കൂ. എത്രയാണോ ഇൻഫ്ലേഷൻ വരുന്നത് അത് അതിൻ്റെ ഭാഗമായി പോട്ടെ. നമ്മൾ ഇനി ഈ പറയുന്ന കാറ്റഗറിയിലുള്ളവരെ പറ്റി ഒന്ന് ആലോചിക്കാം. ഇവരൊക്കെ പൊതുവെ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ തൊഴിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം പൊതുവേ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു എന്താ പറയുക, ചിലപ്പോൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല. അവർ പെട്ടെന്നൊരു തൊഴിൽ കിട്ടുക, അതിനുശേഷം അതിലൂടെ വരുമാനം ഉണ്ടാക്കുക, ആ വരുമാനം പെട്ടെന്ന് തീർന്നു പോവുക, ഇങ്ങനെ പറയുന്നൊരു അവസ്ഥയിലാണ് ഉണ്ടാവാറ്. ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒരു 20 വയസ്സ് മുതൽ തൊഴിൽ ചെയ്യുന്നു. ഒരു 15,000 രൂപ അല്ലെങ്കിൽ അതിൽ താഴെ, ചിലപ്പോൾ 10,000 രൂപ സ്റ്റോറിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 10,000 രൂപയോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെയാണ് വരുമാനം കിട്ടുക. അരിഷ്ടിച്ച് പിടിച്ചാൽ അവർക്ക് വേണമെങ്കിൽ ഒരു 2,000 രൂപയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ചെയ്യുന്നത് മിക്കവാറും ചിട്ടി പോലെയുള്ള അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലെയുള്ള ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ആവശ്യമാണ്. ഇൻഷുറൻസ് ജീവൻ്റെ പരിരക്ഷ എന്നുള്ള കാര്യത്തിലാണ്. സേവിങ്സ് എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് വളരെ നല്ലൊരു ചോയ്സ് അല്ല, നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക. ഇവരിത് അത്യാവശ്യം നല്ല റേറ്റ് കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കൂട്ടുക. ലൈക്ക് നമ്മളൊരു 30 വർഷം തന്നെയാണ് നമ്മൾ ഇവിടെയും കണക്ക് കൂട്ടുന്നത്. ഒരു 50 വയസ്സാവുന്നു.
ഇന്നത്തെ കാലത്ത് 30 വർഷം സമയം കൊടുക്കാൻ നമുക്ക് മ്യൂച്വൽ ഫണ്ടിന് അനുവദിക്കാൻ പറ്റുമെങ്കിൽ ചുരുങ്ങിയത് ഒരു 20% കിട്ടുന്ന പലതരത്തിലുള്ള ഫണ്ടുകൾ മാർക്കറ്റിലുണ്ട്. അങ്ങനെ 20% വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന 30 വർഷം നിങ്ങൾക്ക് കിട്ടുക, 30 വർഷം നിങ്ങൾ അടക്കാൻ തയ്യാറാണ്, 20% നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുകയാണ്, 2000 രൂപ നിങ്ങൾ മന്ത്ലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾക്കൊരു 4 കോടി അല്ലെങ്കിൽ ഒരു 4.67 കോടി രൂപ നിങ്ങൾ അടച്ച പൈസ വെറും 7,20,000 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു കണക്കിൻ്റെ ഒരു കളി വെച്ച് നിങ്ങൾക്കൊരു 4.67 ക്രോർസിലേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കോർപ്പസിനെ വളർത്താൻ ഈ സമയത്ത് പറ്റും. ഇനി വേണമെങ്കിൽ ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയണത് അതിനിടയിൽ ഒരു എമർജൻസി വന്നാലോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള മറുപടിയായിട്ടാണ്. ഈ കാശ് ആ സമയത്ത്, കാരണം നമ്മൾ ഉദ്ദേശം വെൽത്ത് ക്രിയേഷനാണ്, നമ്മൾ വലിയൊരു രീതിയിലുള്ളൊരു പണം സമ്പാദിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്കെങ്കിൽ ഈ സമയത്ത് ഇവർക്കൊരു 55 വയസ്സ് വരെ സമയം കൊടുത്തതുപോലെ തന്നെ പിന്നെ നമ്മൾ തുടർന്ന് ഈ പറഞ്ഞ 2000 ഒന്നും നമ്മൾ അടക്കുന്നൊന്നുമില്ല. പക്ഷേ 55 വയസ്സാവുന്നു എന്നിരിക്കട്ടെ. അതായത് ഈ കാശിനെ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഒരു 15% കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ 55-ാമത്തെ വയസ്സിൽ ഈ പറയുന്ന കാശ് ഏകദേശം ഒരു 8,20,00,000 രൂപയോളം ഇത് വളർന്നിട്ടുണ്ടാവും. ഇനി 55-ാമത്തെ വയസ്സിൽ ഈ 2 വ്യക്തികൾക്കും കിട്ടുന്ന റിട്ടേൺസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തി 70,000 രൂപയിൽ തൃപ്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാശിൻ്റെ, അതായത് ഈ 8 കോടി എന്നിരിക്കട്ടെ, 8.2 എന്നുള്ളത് നമുക്ക് കണക്കിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് 8 കോടിയിൽ നമ്മൾ പറയുന്നു. ഈ 8 കോടി രൂപയുടെ 0.8%, അതായത് 6,40,000 രൂപയോളം ഇയാൾക്ക് മന്ത്ലി ഒരു വരുമാനമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ ആദ്യം ജീവിതത്തിൽ വിജയിച്ചു എന്ന് കരുതുന്ന ആൾക്കാരാണ്. അവർക്ക് പലപ്പോഴും ഈ പറയുന്ന കൃത്യമായി പ്ലാൻ ചെയ്തില്ലെങ്കിൽ അവരാകെ ചെയ്യുന്നത് ഒരു 7 മുതൽ 8% വരെ റേറ്റ് കിട്ടുന്ന PF പോലെയുള്ള സംഭവങ്ങളിലാണ്. കാരണം അവർക്ക് കുറച്ചുകൂടി സെക്യൂരിറ്റിയാണ് ആവശ്യം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലത്തിന് ശേഷം അല്ലെങ്കിൽ ജോലിക്ക് ശേഷം ഒരു വരുമാനമുണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ടാകുമ്പോൾ ഈ പറയുന്ന ഒരു 20%, ആക്ച്വലി റേറ്റ് ആണ് ഈ പറയുന്ന റിട്ടേൺസിൻ്റെ ഡിഫറൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഇനി ആരോടും നമ്മൾ മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 70,000, ഇവിടെ 6,40,000 ഒന്നും നമ്മൾ നോക്കണ്ട. അത്യാവശ്യം ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്ക് 6,40,000 ഒരു മാസം പെൻഷനായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നം മാത്രമാണ്. പക്ഷേ സ്വപ്നമല്ല, കൃത്യമായി പ്ലാൻ ചെയ്താൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് മാത്രമേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. 8 കോടി രൂപ ഒരിക്കലും താഴേക്ക് പോകുന്നില്ല കേട്ടോ. ഈ കാശ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ പറ്റുന്ന ഓപ്ഷൻ നമുക്ക് അവിടെ വെക്കാം. ഈ 6,40,00,000 രൂപ നമുക്ക് SWP നമുക്ക് ചെയ്യാൻ പറ്റും. പല ഓപ്ഷൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പറയാറുണ്ട്, വാരൻ ബഫറ്റ് എന്ന് പറയുന്ന വ്യക്തി, ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യം കൂടിയാണ്, എനിക്ക് വളരെ സന്തോഷം ഉണ്ടായൊരു സംഭവമാണ്. വാരൻ ബഫറ്റ് എന്തുകൊണ്ട് കാശുകാരനായി എന്ന് ചോദിച്ചൊരു ചോദ്യം. വാരൻ ബഫറ്റിന് 94 വയസ്സുണ്ട്. ഈ 94 വയസ്സ് വരെ വാരൻ ബഫറ്റ് ജീവിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ മറുപടി എന്ന് പറയണേ. ജീവിച്ചിരുന്നു എന്നുള്ളത് മാത്രമല്ല, ജീവിച്ചിരുന്നത് ഉറപ്പായിട്ടും അതൊരു വലിയ കാര്യമാണെങ്കിൽ പോലും ആ ജീവിച്ചിരുന്നതിൽ പുള്ളിയുടെ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുവഴി റിട്ടേൺസ് ഉണ്ടാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 60 വയസ്സിന് ശേഷമാണ് വാരൻ ബഫറ്റിൻ്റെ പണം വല്ലാത്ത രീതിയിൽ പെരുകിയത്. അവിടെയാണ് ഈ കോമ്പൗണ്ടിങ് എഫക്റ്റിൻ്റെ ഒരു നമുക്ക് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ പല ആൾക്കാരും ടാക്സും കാര്യങ്ങളൊക്കെ പറയും. ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, ഈ പറയുന്നതിൻ്റെ ടാക്സ് വരുമാനത്തിൽ മാത്രമേ ടാക്സ് അടക്കേണ്ടതുള്ളൂ. സോ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വളരെ മനോഹരമായി ജീവിക്കാൻ ഈ പറയുന്ന പ്ലാനിങ്ങിലൂടെയും പറ്റും. 15,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയോ വരുമാനമുള്ളൂ എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിക്കേണ്ട, പ്ലാൻ ചെയ്യുക, നന്നായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ.